So, hi students, I will talk about shunt active power filter and series active power filter. So, this we call as the unified power quality conditioner. Okay. In the next we will shunt active power filter and shunt passive power filter. So, here we will shunt active power filter and shunt passive power filter. So, shunt passive power filter disadvantage is shunt passive power filter is connected. Or current harmonics reduce the shunt filter connect. But shunt passive filter or disadvantage is that lower order harmonics is heated. Lower order harmonics eliminate shunt active power filter. Pinne higher order harmonics eliminate shunt passive power filter. So, lower order current harmonics eliminate shunt active power filter. So, higher order current harmonics eliminate shunt passive filter. So, angane oru shunt filter lower order harmonics problem eliminate. Next, active power filter in series with shunt passive filter. So, active power filter and a series site or shunt passive filter and series site or active filter connect. So, angane ningal the shunt passive filter resonance condition and problems overcome. That is parallel resonance voltage imbalance overcome. That is shunt passive filter connect sudden parallel resonance. That is sudden voltage dip. That is one particular fifth harmonics current fifth current harmonics eliminate that 4.5 പറഞ്ഞ harmonics അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ വോൾട്ടേജ് ഭയങ്കരമായിട്ട് ഷൂട്ട് അപ്പ് ചെയ്യും അത് ഭയങ്കരമായിട്ട് ഷൂട്ട് അപ്പ് ചെയ്ത് അതിന്റെ ഇംപെഡൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും ആ ഇംപെഡൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും അതായത് ആ ഒരു പർട്ടിക്കുലർ സോഴ്സിന്റെ ഇംപെഡൻസ് അതിനു മുമ്പേ അതായത് 4.5 ഹാർമോണിക്സ് 4.5 പറയുമ്പോൾ ആ ഹാർമോണിക്സ് തന്നെ അതിൻ്റെ ഇംപെഡൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും പിന്നെ എന്ത് ചെയ്തു പിന്നെ 4.5 4.7 ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇംപെഡൻസ് ഡ്രാസ്റ്റിക്കലായിട്ട് താണു പോകും സോ ഇതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം സോ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ ഒരു ഷണ്ട് പാസീവ് ഫിൽറ്ററിനെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഷണ്ട് പാസീവ് ഫിൽറ്ററിൻ്റെ കൂടെ തന്നെ ഒരു സീരീസ് ആക്റ്റീവ് ഫിൽറ്റർ അതായത് ആക്റ്റീവ് ഫിൽറ്റർ സീരീസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന ആ ഒരു പാരലൽ റെസൊണൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അത് പാരലൽ റെസൊണൻസ് കൊണ്ട് ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് അതായത് സോഴ്സിലുള്ള ടെർമിനൽ വോൾട്ടേജ് ഇപ്പോൾ ഒരു 440 ആണെങ്കിൽ ഇത് ലോഡിലെ വോൾട്ടേജ് ചിലപ്പം 389 വരും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് ഓവർകം ചെയ്തിട്ട് 440 അറ്റ്ലീസ്റ്റ് ഒരു 435 എങ്കിലും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇത് പാസീവ് ഷണ്ട് ഫിൽറ്ററിൻ്റെ കൂടെ ഒരു സീരീസ് ആക്റ്റീവ് ഫിൽറ്ററും കൂടെ കണക്ട് ചെയ്താൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ വിത്ത് ഷണ്ട് പാസീവ് ഫിൽറ്റർ അപ്പോൾ സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ കണക്ട് ചെയ്യുക പിന്നെ അത് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റർ അല്ല ഇവിടെ ഷണ്ട് പാസീവ് ഫിൽറ്ററാണ് അപ്പോൾ നമ്മൾ ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തിട്ട് ഷണ്ട് പാസീവ് ഫിൽറ്ററായിട്ട് മാറ്റുകയാണ് സോ ഇതിൻ്റെ കൂടെ ഇതേപോലെ തന്നെയാണ് ബട്ട് ഇവിടെ എന്താ വെച്ചാൽ ഈ ഷണ്ട് ആക്റ്റീവ് ഫിൽറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഷണ്ട് പാസീവ് ഫിൽറ്ററാക്കി മാറ്റി അത്രേ വ്യത്യാസമുള്ളൂ അതായത് ഈ നാലാമത്തത് രണ്ട് തരത്തിലുള്ള ഹാർമോണിക്സ് അത് മെയിനായിട്ട് അത് എലിമിനേറ്റ് ചെയ്യും അതുകൂടാതെ ഈ നാലാമത്തെ പറയുന്ന സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ വിത്ത് ഷണ്ട് പാസീവ് ഫിൽറ്റർ ഫസ്റ്റ് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റർ ആൻഡ് സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്ററിനെക്കാട്ടിയും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാസീവ് ഫിൽറ്റർ വളരെ കോസ്റ്റ് കുറവായിരിക്കും ഷണ്ട് ഫിൽറ്ററിനെക്കാട്ടിയും ആക്റ്റീവ് ഫിൽറ്ററിനെക്കാട്ടിയും പാസീവ് ഫിൽറ്റർ ആക്റ്റീവ് ഫിൽറ്ററിനെക്കാട്ടിയും
കോസ്റ്റ് കുറവായതുകൊണ്ട് നിങ്ങൾ ഈ നാലാമത്തെ പറയുന്ന അതായത് സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ വിത്ത് ഷണ്ട് പാസീവ് ഫിൽറ്റർ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഇത് രണ്ട് തരത്തിലുള്ള ഹാർമോണിക്സും സപ്രസ് ചെയ്യും. അതായത് വോൾട്ടേജ് ഹാർമോണിക്സും കറണ്ട് ഹാർമോണിക്സും ഇതിലെ കൂടെ സപ്രസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വി സീ അബൌട്ട് ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റർ ആൻഡ് സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ. സോ ഇത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദിസ് ഫിൽറ്റർ കോമ്പിനേഷൻ ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ബോത്ത് സീരീസ് കണക്റ്റഡ് ആക്റ്റീവ് ഫിൽറ്റർ, that is elimination of voltage harmonics, and the shunt connected active filter to eliminate the current harmonics. So series connected active filter എന്ത് ചെയ്യും, അത് വോൾട്ടേജ് ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യും. അതേപോലെ ഷണ്ട് കണക്റ്റഡ് ആക്റ്റീവ് ഫിൽറ്റർ can eliminate the current harmonics. This circuit diagram is shown in the figure. This combination finds application in this combination. അതായത് ഈ കോമ്പിനേഷന് മെയിനായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത് ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലാണ്, ഫാക്ട്സിലാണ് ഇത് കൂടുതലായിട്ടും ആപ്ലിക്കേഷൻ വരുന്നത്. സോ but the control of APF is complex, and this combination involves two active power filter, hence the control of this filter combination is even more complex. So ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതാണെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ ഭയങ്കര കോംപ്ലക്സ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഹൈ കോസ്റ്റ് എന്നും ഇതിനെ കൂടെ പറയാം. അതായത് ഭയങ്കര കൺട്രോൾ കോംപ്ലക്സ് ആണ്, പിന്നെ ഇതിൻ്റെ കോസ്റ്റും കൂടുതലാണ്. സോ അതുകൊണ്ട് ഇത് നോട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നത്, ഇത് വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊന്നും ഉപയോഗിക്കുന്നത് ഇതല്ല, നിങ്ങളെ പേഴ്സണൽ കമ്പ്യൂട്ടറിലൊന്നും ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെയല്ല. അതായത് സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്ററും ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്ററായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫാക്ട്സിൽ മാത്രമേ ഉപയോഗിക്കൂ. ഓക്കെ, അതായത് ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽറ്റർ വിത്ത് ഷണ്ട് പാസീവ് പവർ ഫിൽറ്റർ. നോക്കുക, ഞാൻ നേരത്തെ ഇതിൻ്റെ ഡയറക്റ്റാണ്, ഇതിൽ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ഫിൽറ്ററാണ്, ബട്ട് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാസീവ് ഫിൽറ്ററാണ്, അത്രേ വ്യത്യാസമുള്ളൂ. ബട്ട് ഇതിൻ്റെ നോക്കുക, ദിസ് പവർ ഫിൽറ്റർ the power rating of active power filter depends on the order of frequency it is filtering out. Thus, active power filter is used for filtering out lower order harmonics, have low power ratings with reduced size and cost. So, active power filter lower order harmonics na main ആയിട്ട് eliminate ചെയ്യും. And the shunt connected active power filter, the shunt connected passive filters out the lower current harmonics. The shunt connected active power filter. So shunt connected active power filters and shunt connected passive power filters. So ഇതേപോലെ അല്ല. സോ ഇത് ഷണ്ട് കണക്റ്റഡ് ആക്റ്റീവ് ഫിൽറ്ററും പിന്നെ ഷണ്ട് കണക്റ്റഡ് പാസീവ് ഫിൽറ്ററാണ്. സോ ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും ഷണ്ടാണ്. ഷണ്ട് കണക്റ്റഡ് ആക്റ്റീവ് ഫിൽറ്ററും പിന്നെ ഷണ്ട് കണക്റ്റഡ് പാസീവ് ഫിൽറ്ററാണ്. സോ ഷണ്ട് കണക്റ്റഡ് ആക്റ്റീവ് ഫിൽറ്റർ എന്താ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷണ്ട് കണക്റ്റഡ് ആക്റ്റീവ് ഫിൽറ്റർ ലോവർ ഓർഡർ ഹാർമോണിക്സിനെ മെയിനായിട്ട് എലിമിനേറ്റ് ചെയ്യും. passive filter or a higher order harmonics eliminate ചെയ്യും. The shunt connected active power filter filters out lower order harmonics, while the shunt connected passive filter is designed to filter out the higher order harmonics. So ഇത്രയേ ഉള്ളൂ shunt connected active power filter shunt connected passive filter. So shunt connected active filter ഒക്കെ active filter shunt connected filters ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുക, passive filter ആണെങ്കിലും active filter ആണെങ്കിലും shunt ആയിട്ട് അത് കണക്ട് ചെയ്ത് എന്താ സംഭവിക്കുക, അത് കറണ്ട് ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യും. സോ അതേപോലെ ഇത് ലോവർ ഓർഡർ ഹോർമോൺസിനെ എലിമിനേറ്റ് ചെയ്യും, ഇത് ഹയർ ഓർഡർ ഹോർമോൺസിനെ മെയിനായിട്ട് എന്ത് ചെയ്യും, അത് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ എലിമിനേറ്റ് നിങ്ങൾ എക്സാമിൽ അങ്ങനെ പറയണ്ട, മിറ്റിഗേറ്റ് ചെയ്യുമെന്ന് പറയാൻ മതി. ഈ എലിമിനേറ്റ് പറഞ്ഞത് അതൊരു ടെക്നിക്കൽ വേർഡ് അല്ല. Technical word for eliminating or suppressing we call as the mitigating. So mitigate എന്ന് പറഞ്ഞാൽ മതി. സോ മിറ്റിഗേറ്റിൻ്റെ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടു സപ്രസ് എന്നാണ് പറയാം. സോ ദറ്റ് ഈസ് ദി ഷണ്ട് ആക്റ്റീവ് പവർ ഫിൽട്ടർ ഈസ് യൂസ്ഡ് ടു സപ്രസ് ദി ലോവർ ഓർഡർ ഹാർമോണിക്സ് ആൻഡ് the series active power filter shunt passive filter is used to mitigate the lower is used to mitigate the higher order harmonics. So shunt active power filter to mitigate the lower order harmonics and shunt passive filter is to mitigate the higher order harmonics. Okay, next one we see the active power filter in series with shunt passive filter.
സോ ഇതേപോലെ ഷണ്ട് പാസീവ് ഫിൽറ്ററാണ്. ഷണ്ട് പാസീവ് ഫിൽറ്ററിൻ്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു ആക്റ്റീവ് ഫിൽറ്ററും കൂടെ നിങ്ങളിവിടെ കണക്ട് ചെയ്യണം. സോ ഇൻ ദിസ് ഫിൽറ്റർ കോൺഫിഗറേഷൻ ദ ആക്റ്റീവ് പവർ ഫിൽറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഷണ്ട് കണക്റ്റഡ് പാസീവ് ഫിൽറ്റർ. ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ദിസ് ഫിൽറ്ററിംഗ് കോൺഫിഗറേഷൻ is shown in figure. The advantage of this configuration is that the passive filter reduces the stress on the power electronic switches present in the active filter. സോ ഈ പാസീവ് ഫിൽറ്റർ എന്താ സംഭവിക്കും വെച്ചാൽ ഈ സീരീസ് ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ കൂടെ ഉണ്ടാവുന്ന പവർ ഇലക്ട്രോണിക്സ് ഇക്വിപ്മെൻറ്റ്സിൻ്റെ മുകളിലെ സ്ട്രെസ്സ് ഇത് മെയിനായിട്ട് റെഡ്യൂസ് ചെയ്യും. ദിസ് ഫിൽറ്റർ ഹാസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ മീഡിയം ആൻഡ് ഹൈ വോൾട്ടേജ് റേഞ്ചസ്. സോ ഇത് പാസീവ് ഫിൽറ്റർ മെയിനായിട്ട് ഇതിൻ്റെ ഇത് പാസീവ് ഫിൽറ്റർ എന്താണ് മെയിനായിട്ട് ഈ ഒരു സീരീസ് ആക്റ്റീവ് ഫിൽറ്ററിൻ്റെ മുകളിലെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ. Next one, series active power filter with shunt connected passive filter. So series active filter with shunt connected passive filter. So ഇതാണ് D. നേരത്തെ ഇത് സീരീസ് ആക്റ്റീവ് ഫിൽറ്ററാണ്. ബട്ട് ഇവിടെ സീരീസ് ഷണ്ട് കണക്റ്റഡ് ആക്റ്റീവ് ഫിൽറ്ററാണ്. ബട്ട് ഇവിടെ ഷണ്ട് കണക്റ്റഡ് പാസീവ് ഫിൽറ്ററാണ് നിങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. സോ series active filter with shunt connected passive filter. The series active power filter and shunt active power filter combination has a problem of complex control strategy. ഞാൻ നേരത്തെ പറഞ്ഞു UPQസിൻ്റെ control strategy ഭയങ്കര കോംപ്ലക്സ് ആണ്. To overcome this drawback, the shunt active power filter is replaced by the shunt connected passive filter. So shunt active ഫിൽറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് നിങ്ങൾ ചെയ്തത് ഇവിടെ ഷണ്ട് ഫിൽറ്റർ ആക്കിയിട്ട് ഇവിടെ കണക്ട് ചെയ്തു. ദി പാസീവ് പവർ ഫിൽറ്റർ ഡസ് നോട്ട് റിക്വയർ എനി അഡീഷണൽ കൺട്രോൾ സർക്യൂട്ട്സ്. സോ നിങ്ങൾക്കറിയാം പാസീവ് പവർ ഫിൽറ്ററിന് കൺട്രോൾ സർക്യൂട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൻഡ് ദി കോസ്റ്റ് ഇസ് ഓൾസോ ലെസ്. ദിസ് ഫിൽറ്റർ കോമ്പിനേഷൻ ഇസ് ഷോൺ ഇൻ ദി ഫിഗർ. സോ ഇതാണ് ഈ ഒരു ഫിൽറ്റർ കോമ്പിനേഷൻ. അതായത് ഷണ്ട് പാസീവ് ഫിൽറ്ററും സീരീസ് ആക്റ്റീവ് ഫിൽറ്ററും ആയിട്ട് ഒരു കോമ്പിനേഷൻ. സോ ഇത് ലോഡ് ഇൻഡക്റ്റൻസ് ആണ്. എല്ലാം നോൺ ലീനിയർ ലോഡിന് മുമ്പെയാണ് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യുക. Hello, sorry for the disturbance. So series active power filter with shunt connected active power filter. So this passive power filter does not require any additional control circuits. അതായത് പാസീവ് പവർ ഫിൽറ്റർ നിങ്ങൾക്കറിയാം ഒരു അഡീഷണൽ സർക്യൂട്ട്സ് ഒന്നും വേണ്ട. ആൻഡ് കോസ്റ്റ് ഈസ് ഓൾസോ ലെസ്. കോസ്റ്റും വളരെ കുറച്ചേ വേണ്ട. ദിസ് ഫിൽറ്റർ കോമ്പിനേഷൻ ഇസ് ഷോൺ ഇൻ ഫിഗർ. സോ ഇതാണ് ആ ഒരു ഫിൽറ്റർ കോമ്പിനേഷൻ. അതായത് സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഷണ്ട് പവർ പാസീവ് ഫിൽറ്റർ ഇവിടെ കണക്ട് ചെയ്യാം. സീരീസ് ആക്റ്റീവ് ആണ്, അതിൻ്റെ കൂടെ ഷണ്ട് പാസീവ് കൂടെ കണക്ട് ചെയ്യാം. So here the series connected active power filter provides low impedance, almost zero for low frequency components, whereas shunt connected active power filters provides less impedance for higher frequency components. So ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ സീരീസ് ആക്റ്റീവ് പവർ ഫിൽറ്റർ ആണെങ്കിൽ ലോ ഇംപിഡൻസ് for lower order harmonicsum, ഇത് low impedance for higher order harmonicsum. So ഇതാണ് നോക്കുക. It provides low impedance for low frequency components, whereas shunt connected active power filter provides less impedance for high frequency components. ഇത് low impedance for lower order harmonics and it provides for less impedance for the higher order harmonics. So this for higher order harmonics and filtering out all higher order harmonics. And so this filter configuration is most beneficial for all others has the advantage of reducing both current and voltage harmonics. So ഇത് both കറണ്ടും വോൾട്ടേജ് ഹാർമോണിക്സും റെഡ്യൂസ് ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിക്കും. സോ ഇത് ലോവർ ഓർഡർ ഹാർമോണിക്സ് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലം സപ്രസ് ചെയ്യും. ഇത് ഹയർ ഓർഡർ ഹാർമോണിക്സ് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലം സപ്രസ് ചെയ്യും. സോ ലോ ഇംപിഡൻസ് പറയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഹാർമോണിക്സ് ഉണ്ടാകുമ്പോൾ ആ കറണ്ട് ലോഡിലേക്ക് ഫ്ലോ ചെയ്യില്ല, ഡയറക്റ്റ് ഫിൽറ്ററിലേക്ക് ഫ്ലോ ചെയ്യും. ഫിൽറ്ററിലേക്ക് ഫ്ലോ ചെയ്തിട്ട് ആ ഡയറക്റ്റ് എർത്തിലേക്ക് പോകും. സോ നിങ്ങൾക്കറിയാം ഏത് പാത്തിലാണോ ഇംപിഡൻസ് കുറവുള്ളത് ആ പാത്തിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് പവർ കണ്ടീഷണേഴ്സാണ്.
സോ പവർ കണ്ടീഷണേഴ്സും അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.